ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ റോഡുകളിൽ. വാഹനത്തിന്റെ തിരക്ക്. ആ തിരക്കിന്റെ ഇടയിൽ പെട്ട് ഏതോ ഒരു വാഹനം ഇടിച്ച് ചെറിയൊരു നായ്ക്കുട്ടി റോഡരികിൽ കണ്ടു കേട്ടോ. പെട്ടെന്ന് തന്നെ എന്നെ റോയി വിളിച്ചു, റോയി പാലേമാട്. അവൻ വിളിച്ച് അതിന് ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുമ്പോ അവൻ പറഞ്ഞു നമുക്കൊരു കാർട്ടൂൺ എടുത്ത് അതിൽ ഇട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി താൽക്കാലിക ശുശ്രൂഷയൊക്കെ നൽകി നമുക്കതിന്റെ ജീവൻ രക്ഷിക്കാൻ. പിന്നെ അതിനുള്ള പരിപാടി. അതിനിടക്ക് മൃഗസ്നേഹിയായ മയമാലിക്ക, അദ്ദേഹത്തെ കുറിച്ച് പറയാണ്ടിരിക്കാൻ നല്ലത്. ഇത്രമാത്രം മൃഗത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം വന്നപ്പോ പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമായി. അതിനെ കാർട്ടൂണിലേക്ക് എടുത്തു വെച്ച് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഞങ്ങള് വീട്ടിൽ പോയി അത്യാവശ്യ സാധനങ്ങളൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്ത് കാലൊക്കെ കെട്ടി വൃത്തിയാക്കി. ഇപ്പൊ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ വീട്ടിലുണ്ട്. അതിന്റെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് റോയി പറയാൻ. എന്താ പറ്റിയാൽ വണ്ടി തന്നെ നോക്കാം നമുക്കല്ലേ, നോക്കാം. ഓക്കെ, അതങ്ങനെ പോയി കഴിഞ്ഞാൽ അതെ അതെ. സത്യം പറഞ്ഞാലേ റോയി എന്ന് പറയുന്ന ആള് ഇന്ന് ജോലിക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ ഒരു കാഴ്ച അവൻ്റെ കണ്ണിൽ കാണുന്നത്. അവനൊന്നും നോക്കിയില്ല, എന്നെ വിളിച്ചു, മയമാലിക്കാനെ വിളിച്ചു, എല്ലാവരും കൂടെ വന്നിട്ടാണ് ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്തത്. അപ്പോൾ നമ്മളിതിൽ കാണേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനായാലും മൃഗമായാലും നമ്മൾ എല്ലാവരെയും സഹായിക്കുക, അവരെ രക്ഷപ്പെടുത്തുക. ഈ ഒരു കർമ്മം വിജയിക്കട്ടെ, ആ നായ്ക്കുട്ടിക്ക് പുതുജീവൻ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ബഷീർ നിലമ്പൂർ.